എന്നാൽ ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നോക്കുവിന് ആദം പാപം ചെയ്യുന്ന ആളിൽ അടച്ചു കളഞ്ഞ സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിന് ഒരു വാതിലുള്ള പ്രിയരെ, മറ്റെല്ലാം തത്വജ്ഞാനമാണ്, സാധാന്യമാണ്. അതേ ആ ഏകവാതിൽ ക്രിസ്തു ആകുന്നു. എന്നിൽ കൂടിയല്ലാതെ ആരും ദൈവത്തെ കാണത്തില്ല. ആ ഏകവാതിൽ മനുഷ്യരുടെ പാപനിമിത്തം അടയ്ക്കപ്പെട്ടിരുന്നെങ്കിൽ ആ വാതിൽ ഇതാ തകർക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തീയ ബൈബിൾ എഴുതപ്പെട്ടതിനൊത്തവണ്ണം ആ തിരശ്ശീല മുകൾത്തോട്ട് താഴ്വരെയും കീറപ്പെട്ടു. നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്രൂശിൽ തലയയച്ച് അവന്റെ പ്രാണനെ വിട്ടു. മനുഷ്യർക്ക് പിതാവിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമാകാതിരുന്ന ഈ തിരശ്ശീല പിതാവെ ഞാൻ കീറിയിരിക്കുന്നു. എന്റെ ശരീരം എന്ന തിരശ്ശീല കീറപ്പെട്ടത് വഴി ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് 24 മണിക്കൂറും 360 ദിവസവും ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ പുരോഹിതന്മാരില്ലാതെ പണച്ചെലവില്ലാതെ വിശ്വാസത്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. പ്രിയരെ, ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഇതാ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി പൗരോഹിത്യമില്ല. ഇനി യാഗങ്ങളും ബലികളും കർമ്മങ്ങളും ആചാരങ്ങളും കഴിക്കുന്നവരെല്ലാവരും ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്. അയ്യോ, ഞങ്ങൾ ഓടാത്ത വീടുകൾ, ഞങ്ങൾ ഓടാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല. എന്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ ഇന്നും എന്റെ കണ്ണ് നിറയും. ഇതുപോലെ സാധികയായിരുന്ന ഒരു സ്ത്രീ കണ്ണുനീരും ദുഃഖവും രോഗവും അല്ലാതെ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യമല്ലാതെ ഒന്നും എന്റെ അമ്മ എന്റെ ബാല്യകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മ പറയും, മോനെ ഇതെല്ലാം ദൈവം തന്ന വിധിയാടാ എന്ന് പറയുമായിരുന്നു. എന്നാൽ പ്രിയരെ, ദൈവം അങ്ങനെ വിധിക്കുന്നവനല്ല. ഇതെല്ലാം സാത്താൻ അടിമപ്പെട്ടത് വഴി സംഭവിച്ച കാര്യങ്ങളാണ് പ്രിയരെ. എന്നാൽ നോക്കുവിന് ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ തിരശ്ശീല കീറിയത് വഴി ഏത് പാപിക്കും പ്രിയരെ സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ടുള്ള പ്രവേശനമുണ്ട്. നീ ഇത്രയും നാളും തീർത്ഥാടനം ചെയ്തിട്ട് യാഗം കഴിച്ചിട്ട് ശരീരത്തെ ദണ്ഡിപ്പിച്ചിട്ട് രാഹുകാലത്തെ പോലും ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയരെ, ഇത് വ്യർത്ഥമാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക എന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. എന്നാൽ നോക്കുവിന് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൂടി യാഗം നിർത്തലാക്കി, ബലികൾ നീർന്നുപോയി. അതുകൊണ്ട് ഇനി പൗരോഹിത്യമില്ല. എല്ലാ മതഭക്തരോടും ഞാൻ പറയുന്നു, ഇനി പൗരോഹിത്യമില്ല. ഒരു പുരോഹിതന്മാർക്കും ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനും കഴിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു, അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റ് വന്നു. അന്ന് വരെയും മരണത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശു ക്രിസ്തു തിരികെ വാങ്ങി. പ്രിയരെ, ആ യേശു ക്രിസ്തു സാത്താന് മേലും ലോകത്തിന് മേലും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അവൻ നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചു. ദൈവമോ അവനെ അടക്കം ചെയ്തുവെങ്കിലും ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി അല്പം കൂടെ ക്ഷമയോടെ കേട്ടുകൊള്ളുവിൻ. യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. പ്രിയരെ, ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം നീങ്ങാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഏകാധിപതിയായിട്ട് യെരുശലേമിൽ ഇരുന്നുകൊണ്ട് 1000 വർഷം ഭൂമിയുടെ ഏകാധിപതിയായിട്ട് വാഴുവാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളിൽ ആരാ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യത നേടി. പ്രിയരെ, അന്ന് മറ്റൊരുവൻ അവിടെ ഇല്ല. പ്രിയരെ, ആ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിപ്പാനോ നശിപ്പാനോ ആർക്കും കഴിയത്തില്ല. അതേ പ്രിയരെ, ആ യേശു ക്രിസ്തു വരുവാനുള്ള സമയമായിരിക്കാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നവരെ പാപമോചനം നേടിയിട്ടില്ലെങ്കിൽ അതേ ഒരു അശുദ്ധനും അവിടെ പ്രവേശിക്കയില്ല. ഭൂമിയിൽ എന്നെ ഏറ്റുപറഞ്ഞവനെ ഞാനും ഏറ്റുപറയും, ഭൂമിയിൽ എന്നെ തള്ളിക്കളഞ്ഞവനെ ഞാനും തള്ളിക്കളയും. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകല്ല. നിങ്ങൾ മരണമുള്ളവരാണെങ്കിൽ വഞ്ചിക്കപ്പെട്ടു പോകല്ല. അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് നിങ്ങൾ അവനെ ഇന്നത്തെ അഹങ്കാരം കൊണ്ടും മതഭക്തി കൊണ്ടും തള്ളിക്കളയുമെങ്കിൽ അന്നവൻ നമ്മളെ തള്ളിക്കളഞ്ഞാൽ നമ്മളെ രക്ഷിപ്പാൻ മറ്റൊരു പുരുഷൻ അവിടെ ഇല്ല. നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു പുരുഷൻ അവിടെ ഇല്ല. പ്രിയരെ, നമ്മളതെല്ലാം സ്വപ്നത്തിൽ എന്ന വണ്ണം കടന്നു പോകും. പ്രിയരെ, എന്നാൽ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും പാപം ചെയ്തവരാ. അയ്യോ, നിങ്ങളെക്കാൾ ഉപരി പാപം ചെയ്തവനാ ഞാൻ ഈ പ്രസംഗിക്കുന്നവന്. എന്നാൽ നോക്ക് പ്രിയരെ, ദൈവം നമ്മളോട് പറയുന്നു, അവനോട് കൂടെ ചേരുവാൻ യോഗ്യത പാപമോചനം നേടിയിട്ടില്ലെങ്കിൽ അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ളവരോട് ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാത്ത പിതൃപാരമ്പര്യങ്ങളെയും മതവ്യക്തികളെയും വിട്ട് നിങ്ങൾക്ക് ഇന്നേവരെ നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത പൗരോഹിത്യത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് അതേ പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു അല്ലാതെ ഒരു ആരാധന പുരുഷൻ ഉണ്ടാവരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഏകപുരുഷനെ അല്ലെങ്കിൽ ആ ഏകപുരുഷൻ മാത്രമല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾ, ആരാധനാ വിഷയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളഞ്ഞ് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് അംഗീകരിക്കുന്നതാണ് മാനസാന്തരം. അതിനുശേഷം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ സ്നാനമേൽക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിനോട് മരിക്കുന്നതിന് തുല്യമാണ്. അവൻ നമുക്ക് ആത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മാവാണ് പ്രിയരെ പാപമോചനം. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ പ്രിയരെ. എന്നാൽ എന്താണ്, നാളെ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ എന്താണെന്ന് പ്രിയരെ? അവസാന ദിവസം വരെ ഞങ്ങൾ ശാന്തതയോടെ പാപമില്ലാതെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് കഷ്ടമേൽക്കുന്നുവെങ്കിൽ നാളെ അവൻ മടങ്ങി വരും. ഞങ്ങളുടെ ഈ ശരീരം മാറ്റപ്പെട്ട് ദ്രവിക്കാത്ത തേജസ്സേറിയ തിളക്കമേറിയ ഒരു ശരീരം നമുക്ക് തരും പ്രിയരെ. ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒന്നിനെ അല്ലയോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതേ മരണത്തെ ഞങ്ങൾ ജയിക്കും. അതേ ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സേറിയ മറ്റൊരു ശരീരം തരും, മരണമില്ലാത്ത ഒരു ശരീരം തരും. 1000 വർഷം ഞങ്ങൾ യേശു ക്രിസ്തുവിനോട് ഭൂമിയിൽ വാഴും പ്രിയരെ. സ്റ്റെയിൻസിനെ തീക്കകത്ത് ചുട്ടുകൊന്നു, 2 പിഞ്ച് ബാല്യങ്ങളെ തീക്കകത്ത് ചുട്ടുകൊന്നു. അയ്യോ, വിചാരിക്കുന്നു തീർന്നു പോയില്ല. നാളെ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളും ഈ സ്റ്റേൻസ് എന്ന് പറഞ്ഞ പിതാവും തേജസ്സും തിളക്കമുള്ളതുമായിട്ട് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ അതിന് കൂട്ടുനിന്ന എല്ലാവരും ഭയം കൊണ്ട് വിറച്ച് നരകവിധിയിലേക്ക് ഒടുങ്ങി പോകത്തില്ലേ പ്രിയരെ? ഞങ്ങൾക്ക് പ്രതികാരമില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന സർവശക്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. അതെ, ആ ദൈവത്തിന്
വേണ്ടി ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കഷ്ടങ്ങളും നിന്ദകളും സഹിച്ചുകൊണ്ട് സകലതും ദൈവത്തിന്റെ കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഒരു നാൾ അവൻ മടങ്ങി വരുമ്പോൾ, അതേ പ്രിയരെ, അവൻ പ്രതികാരം ചെയ്യാനായിട്ട് മടങ്ങി വരുമ്പോൾ, പ്രിയരെ, ഒരു മതത്തിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല, ഒരു നേതാക്കന്മാർക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്റെ കരങ്ങൾ നാം നിങ്ങളെ വിടുവിക്കും, അതിനുള്ള ശക്തിയുള്ളവൻ ആരെന്ന് അവൻ വെല്ലുവിളിക്കുന്നു. പ്രിയരെ, എന്നാൽ നോക്കുവിന് 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കും, ഞങ്ങൾ പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് പറന്നുപോയി. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെല്ലാവരും വരണം. പ്രിയരെ, എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും പാപമോചനം നേടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. എന്നാൽ പ്രിയരെ, നിങ്ങൾ ഇതിനെ നിഷേധിച്ച് നിങ്ങൾ ഉന്നത പാപത്തിലും മതഭക്തിയിലും പിതൃപാരമ്പര്യത്തിലും പൗരോഹിത്യത്തിലും നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി വ്യക്തമായിട്ട് ജീവിച്ചുകൊണ്ട് നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ, പ്രിയരെ, ഞങ്ങൾ കണ്ണുനീരോടെ നിലവിളിയോട് ഒരു സത്യം പറഞ്ഞു വെക്കാം. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ഈ ലോകം അവസാനിക്കും. പ്രിയരെ, സത്യമായിട്ട് ലോകം അവസാനിക്കും. ഒരു നാൾ ഇത് ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ വചനത്താൽ ഇത് സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അതേ വചനത്താൽ ഒരു സെക്കൻഡ് കൊണ്ട് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. പ്രിയരെ, അന്ന് മരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മാനസാന്തരപ്പെടാതെയാണ് മരിക്കുന്നതെങ്കിൽ, അതൊരു ക്രിസ്തീയ മതപുരോഹിതനോ പോപ്പോ ആരെങ്കിലും ആയിക്കോട്ടെ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് സ്നാനമേറ്റ് അവന് വേണ്ടി നിന്നേക്കാതാണ് മരിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്ന് മടങ്ങി വരികയാണെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ഈ ലോകം അവസാനിക്കും. കേട്ടുകൊള്ളുവിന്, അന്ന് നിങ്ങൾ നിലവിളിയോടെ കണ്ണുനീരോടുകൂടെ പറ്റിപ്പോയല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് അന്ന് നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. ദഹിപ്പിച്ച ചാരത്തിൽ നിങ്ങൾ ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നേ പറ്റു. പ്രിയരെ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരു തന്നെ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തോവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. അയ്യോ, കണ്ണൂര് പോയി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കും, കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുപോലെ എഴുന്നേറ്റ് വരും. ആരാണ് പ്രിയരെ അന്ന് ശക്തന്? കൊന്നവനോ കൊല്ലപ്പെട്ടവനോ? കൊല്ലപ്പെട്ടവന്റെ മുമ്പിൽ കൊന്നവൻ വിറച്ചു പോകത്തില്ല പ്രിയരെ. എന്നാൽ രണ്ടുപേരും മാനസാന്തരപ്പെടാത്തത് കൊണ്ട് നരകവിധിയിലേക്ക് ഒടുങ്ങി പോകേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്, എത്രയോ പാപങ്ങളെ സഹായിക്കുന്നവരാണ്, നിങ്ങൾ അയൽക്കാർ തമ്മിൽ സ്നേഹമുള്ളവരാണ്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. എന്നാൽ പ്രിയരെ, നിങ്ങളുടെ രഹസ്യങ്ങളും പാപങ്ങളും നന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ നന്നല്ല, നിങ്ങളുടെ രഹസ്യ പാപങ്ങൾ അനവധിയുണ്ട്. എല്ലാത്തിനേക്കാൾ ഉപരി ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്നുള്ള ഭയാനകമായിരിക്കുന്ന ഒന്നാമത്തെ പാപവുമുണ്ട്. എന്നാൽ പ്രിയരെ, നമ്മുടെ ആത്മാവ് നരകാഗ്നിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അവിടെ നമ്മളെ വീണ്ടെടുക്കാൻ ആർക്കും കഴിയത്തില്ല പ്രിയരെ. അതിന് അവസാനമില്ല. എത്ര കോടി വർഷം കഴിഞ്ഞാലോ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. ഈ ഭൂമിയിലെ 60 70 വർഷം പോലും നമുക്ക് ദുസ്സഹമാണ്. മരിച്ചാൽ മതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തീർന്നു പോകാത്ത നരകാഗ്നിയിലേക്ക് നമ്മൾ ഒടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആർ നമ്മളെ വിടുവിക്കും പ്രിയരെ? ആർ നമ്മളെ രക്ഷിക്കും പ്രിയരെ? സാധ്യമല്ല പ്രിയരെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ, അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവോ? അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ? അവരൊക്കെ മരിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അതിനെപ്പറ്റി അല്ലേ അന്വേഷിക്കേണ്ടേ പ്രിയരെ? അതുകൊണ്ട് ഉന്നത ഭാവങ്ങളെ താഴ്ത്തുവിൻ, നഗരഹൃദയങ്ങളെ താഴ്ത്തുവിന്, മതഭക്തിയും പൗരോഹിത്യത്തെയും വിട്ടുകളീവിന് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ രക്തത്താൽ പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് അവന് വേണ്ടി കാത്തിരുന്നു കൊള്ളുവെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. കേട്ട ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി.